കുറച്ചേരം ഞങ്ങൾ വന്നിട്ട് കൊണ്ടിടാൻ വന്നേ ഫോർമാലിന് അമോണിയം കാരണം കടകളിൽ മീൻ മേടിക്കാൻ പറ്റുന്ന എന്തോരം ഫോർമാലിൽ ഇടുന്നത് അവർക്കെന്ന് മീനുകളിൽ മായം ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത വീഡിയോ ചെയ്യുന്നത്. 2 ടൈപ്പ് മീനാണ് വേണ്ടത്. ഒന്ന് നല്ല ഫ്രഷ് മീനും, ഒന്ന് നമ്മൾ മാർക്കറ്റുകളിൽ കിട്ടുന്ന മീനും. അതായത് നമ്മൾ സാധാരണ മാർക്കറ്റുകളിൽ മേടിക്കുന്ന മീനും. നല്ല ഫ്രഷ് മീൻ കിട്ടാണ്ട് ഞങ്ങൾ രാവിലെ ചൂണ്ടിടാൻ പോയി. ഞങ്ങളത് കയ്യിലുണ്ട്, കൂരിയാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഫ്രഷ് മീനാണ്. ഇപ്പോൾ പിടിച്ചുള്ള ഏകദേശം 1 മണിക്കൂറോളം ആവുന്നേ ഉള്ളൂ. അത് നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് മാർക്കറ്റുകളിൽ പോയി നമുക്ക് മീൻ മേടിക്കാം. നോർമലി മാർക്കറ്റുകളിലെ മീനാണ് ഏറ്റവും കൂടുതൽ മായം ചേർക്കാറ്, ഇല്ലെങ്കിൽ മായം ചേർക്കപ്പെടുന്നത്. നമുക്ക് മാർക്കറ്റിൽ മീൻ മായം ഉണ്ടോ ഇല്ലയോ നോക്കാം. കൂടുതലായും വലിയ വലിയ മീനുകൾക്കാണ് അവർ മായം ചേർക്കാറ്. നമുക്കതുകൊണ്ട് വലിയ മീനായ ചൂര അങ്ങനെയുള്ള എന്തെങ്കിലും മീൻ മേടിച്ച് നോക്കാം. വരും, നമുക്ക് മാർക്കറ്റിലേക്ക് പോകാം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ടെസ്റ്റാണ്. എന്താ ടെസ്റ്റ് എന്നല്ല, വേറെ ഒന്നുമല്ല, നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ടാണ്, ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ മത്സ്യങ്ങളിൽ എന്തെങ്കിലും രാസപദാർത്ഥങ്ങൾ, കെമിക്കൽസ് അങ്ങനെ എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണം. നിങ്ങൾക്കറിയാം, സാധാരണയായി ആൾക്കാർ ഇത് ചീത്തയാകാതിരിക്കാനാണ് രാസപദാർത്ഥം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ചീത്തയാകാതിരിക്കാൻ വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് അമോണിയ, അതുകൂടാതെ ഫോർമാലിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അമോണിയയും ഫോർമാലിനും വളരെ അപകടകാരികളാണ്. അമോണിയയെക്കാട്ടിൽ കൂടുതൽ അപകടകാരിയാണ് ഫോർമാലിൻ. ഫോർമാലിന്റെ ചെറിയ രീതിയിലുള്ള ഉപയോഗം പോലും നമ്മുടെ സർക്കാരുകൾ നിരോധിച്ചാണ്. എന്തുകൊണ്ടെന്നാൽ ഇതുമൂലം വയറു സംബന്ധമായ അസുഖങ്ങൾ വരാം, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരാം. ഇതെല്ലാം കൊണ്ടാണ് നമ്മുടെ സർക്കാരുകൾ ഇതിന് ചെറിയ തോതിലുള്ള അളവുകൾ പോലും ഉപയോഗങ്ങൾ പോലും നിരോധിച്ചിരിക്കുന്നത്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇതിന്റെ ഉപയോഗം വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് മത്സ്യങ്ങൾ സൂക്ഷിക്കാനാണ്. കാരണം ഫോർമാലിൻ ഉപയോഗിച്ചാൽ ഗുണമെന്ന് വെച്ചാൽ അവർക്ക് ഈ മത്സ്യം കേടുകൂടാതെ 10 മുതൽ 15 ദിവസം വരെ ഉപയോഗിക്കാം. നമുക്കൊക്കെ കിട്ടുന്നത് 10നും 15 കഴിഞ്ഞുള്ള ദിവസങ്ങളായിരിക്കും നമുക്ക് മത്സ്യങ്ങൾ നമ്മൾ മേടിക്കുന്നതും കറിവെക്കുന്നതും തിന്നുന്നതും. ഇപ്പൊ നിങ്ങൾ ഓർക്കുക, എത്രത്തോളം പഴകിയ മീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടത് ഷിപ്സ് ഏജന്റ് വേണം, ബഡ്സ് ഉണ്ട്, ഫിൽട്ടർ പേപ്പർ. ഈ ഷിപ്സ് ഏജന്റ് എന്താണെന്നല്ലേ, ഇത് പലതരം കെമിക്കലിന്റെ ഒരു ഫോർമേഷനാണ്. ആൽഡിഹൈഡ് കണ്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു റിയേജന്റ് ആണ് ഷിപ്സ് ഏജന്റ്. ഇത് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. പക്ഷെ നമുക്കിത് സുലഭമായിട്ട് മേടിക്കാൻ കിട്ടും. ആമസോണിൽ മേടിക്കാറുണ്ട്. ഞാൻ ആമസോൺ വഴി മേടിച്ചാണ്. ഏകദേശം 140 രൂപയ്ക്ക് അടുത്ത് വില വരുന്നു. 125 ml 140 രൂപ വില വരുന്നുള്ളൂ. ഇതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഫിൽട്രേഷൻ പേപ്പറാണ് അടുത്ത് വേണ്ടത്. ഫിൽട്രേഷൻ പേപ്പർ ഉപയോഗിക്കുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് പ്യൂറസ്റ്റ് ഫോമാണ്. നമുക്കവിടെ ന്യൂസ് പേപ്പർ ഉപയോഗിക്കാം. പക്ഷെ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തില്ല, എക്സാക്ട് റിസൾട്ട് കിട്ടും. കാരണം ന്യൂസ് പേപ്പറുകളിൽ പല കെമിക്കൽസും മഷികളെല്ലാം ഉപയോഗിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തില്ല. അങ്ങനെ കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫിൽട്ടർ പേപ്പർ ഉപയോഗിക്കുന്നത്. പിന്നെ ബഡ്സ് ഉപയോഗിക്കുന്ന വേറെ ഒന്നുമല്ല, കൈകൊണ്ട് തേക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് ബഡ്സ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇങ്ങനെ എങ്ങനെ ചെയ്യുന്ന നോക്കാം. നിങ്ങളുടെ കാണാം, നമ്മുടെ ഫ്രഷ് മീനാണ്. അപ്പൊ അത് അറിയാനായിട്ട് ഞാൻ ഫ്രഷ് എന്ന് എഴുതിയിട്ടുണ്ട് ഫിൽട്ടർ പേപ്പറിന്റെ പുറത്ത്, നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച മീനാണ്, അത് അറിയാനായിട്ട് മാർക്കറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പഠിച്ചെടുത്തു. നമ്മുടെ ഷിപ്സ് റിയേജന്റ് ഇത് രണ്ടിലും ഫിൽട്രേഷൻ പേപ്പറിൽ തൂത്ത് പിടിപ്പിക്കുക. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നല്ലേ, നമ്മുടെ മത്സ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതില് എന്തെങ്കിലും കെമിക്കൽസ്, എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫിൽട്രേഷൻ പേപ്പറിന് കളർ ചേഞ്ച് വരും. നമ്മൾ ആൽഡിഹൈഡ് യൂസ് ചെയ്തിട്ട് അതിന്റെ ഒരു അംശം എടുത്ത് ഇതിൽ തൊട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം കളർ ചേഞ്ച് വരും. കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതിൽ കെമിക്കൽസ് ആഡ് ആയിട്ടുണ്ട് എന്നാണ്. നമ്മൾ നേരത്തെ ഷിപ്സ് റേജിൽ തേക്കാൻ ഉപയോഗിച്ച ബഡ്സ് യൂസ് ചെയ്തത്. നമുക്ക് വേറെ പുതിയൊരു ബഡ്സ് വേണം യൂസ് ചെയ്യാൻ. നമുക്ക് ഫസ്റ്റ് ഫ്രഷ് മീനിൽ തന്നെ തുടങ്ങാം. ഏകദേശം പൂത്തു. സാധാരണ ആൾക്കാർ ഇതിന്റെ സ്കിന്നിലാണ് ഇതൊക്കെ ഉപയോഗിക്കാറ്.
നോക്കാം. ഇന്നങ്ങനെ പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നുമില്ല. അതിനർത്ഥം ഇത് ഫ്രഷ് ആണെന്നാണ്. ഇനി നമ്മൾ മാർക്കറ്റിൽ നിന്ന് പിടിച്ച മീൻ നോക്കാം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് പിടിച്ച മീനാണ്. അപ്പം ഇതിന്റെ സ്കിന്നിൽ നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഇതിൽ നോക്കാം. നമുക്ക് കാണാൻ പറ്റും കളർ ചേഞ്ച് വരുന്നത്. ഇങ്ങനെ കളർ ചേഞ്ച് വന്നാൽ അതിനർത്ഥം ഇതിൽ കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്, അഥവാ ഫോർമാലിൻ. അത് അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് ഇതിൽ കളർ ചേഞ്ച് വന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ ഇതൊന്നും ചെയ്യാഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഇതിനുള്ള സംവിധാനങ്ങളില്ല. ഇനി നിങ്ങൾ വഞ്ചിതരാകരുത്. ഇന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രാവശ്യം അത് മാത്രം പോരാ, നിങ്ങൾ ഇത് ചെയ്തു നോക്കണം. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ചെയ്തു നോക്കണം. നിങ്ങൾ ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.